നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് CSS. CSS എന്ന് പറയുന്നത് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് എന്തെന്ന് പറയുന്നത് CSS എന്ന് പറയുന്നത്. അപ്പോൾ മറന്നു പോകരുത്, നോക്കാം. CSS എന്ന് പറയുന്നത് എന്താണ്? കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റൈൽ ഷീറ്റ് language used for the describing the appearance of the document written in the markup language such as HTML. നമ്മൾ HTML ലാംഗ്വേജ് അല്ലെങ്കിൽ മാർക്കപ്പ് ലാംഗ്വേജിൽ എഴുതുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ അപ്പിയറൻസോ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്? CSS എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായി. നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു വെബ് പേജുകൾ, അതിൻ്റെ അകത്ത് നമ്മൾ പുതിയ സ്റ്റൈൽസോ മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ ഡോക്യുമെൻറ്റിൽ കുറേ കാര്യങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്? CSS എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. യൂസിങ് CSS we can control the color of the text, style of font, spacing between paragraph, കോളം ആ സൈസ്. കാരണം നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യം CSS നമ്മൾ യൂസ് ചെയ്യാൻ കളർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റുകൾ, അതേപോലെ തന്നെ ഫോൺ സൈസ്, നമ്മൾ കോളം സൈസ്, ബോർഡർ, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ്, അതിൻ്റെ കളർ, അങ്ങനത്തെ വെറൈറ്റി ഓഫ് നമ്മളൊരു വെബ് പേജ് ഏതൊക്കെ രീതി നമുക്ക് എഫക്റ്റ് ചെയ്യാൻ വേണ്ടി അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? CSS നമ്മൾ യൂസ് ചെയ്യുന്നത്. മറന്നു പോയത് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ CSS allows the adapting the presentation of the web page to device with different screen size such as desktop, monitor, tablet or mobile. കാരണം നമ്മൾ CSS allow ചെയ്യുന്ന വെച്ചാൽ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഡെസ്ക്ടോപ്പിലായാലും മോണിറ്റേഴ്സിലായാലും ടാബ്ലറ്റ് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതൊക്കെ CSS ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അങ്ങനെ നമ്മൾ ഫോണിൽ കാണുന്നതും ഡെസ്ക്ടോപ്പിലൊക്കെ നമ്മൾ കാണുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് CSS ക്യാൻ ബി ഇംപ്ലിമെൻറ്റ് 3 ഡിഫറെൻറ്റ് വേസ്. നമ്മൾ CSS നമ്മുടെ HTML പേജിൻ്റെ അകത്ത് 3 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ CSS എന്താണെന്ന് മനസ്സിലായല്ലോ. കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റാണ് നമ്മൾ HTML ഡോക്യുമെൻറ്റിന് നമ്മൾ കുറച്ചും കൂടെ അപ്പിയറൻസ് ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്? CSS എന്ന് പറയുന്നത്. അപ്പോൾ ഈ CSS നമുക്ക് 3 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആണ് ഇൻലൈൻ, സെക്കൻഡ് വൺ എംബഡഡ്, ദെൻ തേർഡ് വൺ എന്താണ്? ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ CSS സ്റ്റൈൽ ഈസ് അപ്ലൈഡ് ഇൻ ദ ഈച്ച് ടാഗ് സെപ്പറേറ്റ്ലി യൂസിങ് ദ സ്റ്റൈൽ ആട്രിബ്യൂട്ട് ഇൻ ദ ബോഡി പാർട്ട് ഓഫ് ദ വെബ് പേജ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബോഡി ടാഗ് ഉണ്ട് HTML എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. വെച്ചാൽ ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്ന കോഡ് അല്ലെങ്കിൽ അതിൻ്റെ അകത്താണ് നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. എംബഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ, എന്ന് വെച്ചാൽ HTML ഹെഡ് എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്. ആ പ്രോഗ്രാം എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹെഡ് എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ എംബഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യുന്ന കോഡ് അല്ലെങ്കിൽ അവിടെ പ്ലേസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? എംബഡഡ് CS എന്ന്. CS അവിടെയാണ് പ്ലേസ് എന്ന് വെച്ചാൽ ഹെഡിൻ്റെ ഉള്ളിലാണെങ്കിൽ ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് എഴുതുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? എംബഡഡ് CSS എന്ന് പറയാം. അതേപോലെ തന്നെ ബോഡീൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻലൈൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ലിങ്ക്ഡ് CSS ആണ്. ലിങ്ക്ഡ് CSS എന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്ത് ചെയ്യും? ഒരു CSS ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ ലിങ്ക് ചെയ്യിക്കും. ആ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഫയലിനെ നമ്മൾ .CSS എന്ന് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സേവ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു ഫയൽ എന്ത് ചെയ്യും? ഈ ഒരു വെബ് പേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലിങ്ക് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിങ്ക്ഡ് CSS എന്ന് പറയുന്നത്. അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യും? CSS ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇൻലൈൻ, ആ ഫസ്റ്റ് വൺ എന്താണ്? ഇൻലൈൻ, സെക്കൻഡ് വൺ എന്താണ്? എംബഡഡ്, ദെൻ തേർഡ് വൺ എന്താണ്? ലിങ്ക്ഡ് ആണ്. ഇൻലൈൻ എന്ന് പറയുന്നത് ബോഡി പാർട്ടിലാണ്, ബോഡിയിലാണ് നമ്മൾ CSS പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനാണ് ഇൻലൈൻ എന്ന് പറയുന്നത്. ഹെഡ് ടാഗിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എംബഡ് എന്നും, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എന്താണ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ലിങ്ക് ചെയ്യുന്നതാണ് എന്ത്? ലിങ്ക്ഡ് CSS എന്ന് പറയുന്നത്. അപ്പം എക്സ്റ്റേണൽ ആയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത് സേവ് ചെയ്യുമ്പോൾ .CSS എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ഫയൽ സേവ് ചെയ്യേണ്ടത്. ഓക്കെ ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്ക്, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് HTML കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ക്ലയൻറ്റ് സൈഡ്, സെർവർ സൈഡ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി എങ്ങനെയാണ് നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ളതാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ നോക്കുന്നത് HTML എന്താണ്. HTML വെച്ചിട്ടാണ് നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ HTML കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്? പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നോക്കാം. HTML എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത്? HTML എന്ന് പറയുന്നത്. HTML നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് ഒരു വെബ് പേജ്, ക്രിയേറ്റീവായിട്ടൊരു വെബ് പേജ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? HTML യൂസ് ചെയ്യുന്നത്. ദ കമാൻഡ് യൂസ്ഡ് ഇൻ HTML ആർ കോൾഡ് ടാഗ്. നമ്മൾ HTML യൂസ് ചെയ്യുന്ന കമാൻഡ്സ്, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം C++ലൊക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ HTML യൂസ് ചെയ്യുന്ന കമാൻഡ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ടാഗ് എന്നാണ്. എന്താ വിളിക്കുന്നത്?
ടാഗ് മറന്നു പോകരുത്. ദ ടാഗ് ബിഗിൻ വിത്ത് ഓപ്പണിംഗ് ആംഗിൾ ബ്രാക്കറ്റ് ആൻഡ് എൻഡ് വിത്ത് ക്ലോസിംഗ് ആംഗിൾ ബ്രാക്കറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് വെച്ച്, ഇതിനാണ് ആംഗിൾ ബ്രാക്കറ്റ് എന്ന്, ഈ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാഗ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഓപ്പണിങ്ങും അതേപോലെ ക്ലോസിനും അവിടെ എന്തുണ്ടാവും, ഒരു സ്ലാഷ് ഉണ്ടാവും. ടാഗ്സ് ആർ നോട്ട് കേസ് സെൻസിറ്റീവ്, കാരണം ഇതൊരു കേസ് സെൻസിറ്റീവ് അല്ല. നമുക്ക് എന്ന് സ്മോളോ ക്യാപിറ്റലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ടാഗ് തന്നെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. മറന്നു പോയി, ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. മറന്നു പോയി HTML നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. HTML നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്സിനെ വിളിക്കുന്ന പേരെന്താണ്, ടാഗ് ആണ്. ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, ഓപ്പണിംഗ് ആംഗിളും എന്താണ് എൻഡിൽ നമ്മൾ ഈ ഒരു ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പം ഈ HTML ടാഗ് 2 ടൈപ്പ് ഉണ്ട്, കണ്ടെയ്നർ ടാഗും അതേപോലെ തന്നെ empty ടാഗും. കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ സ്റ്റാർട്ട് ടാഗ് ആൻഡ് എൻഡ് ടാഗ്, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉണ്ടാവും. ഇവിടെ നോക്കിക്കേ, ഇത് ഓപ്പൺ ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ക്ലോസിങ് ചെയ്തു. ഇങ്ങനെ ഓപ്പണിങ്ങും ക്ലോസിംഗ് ഉള്ള ടാഗുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. എവരിത്തിങ് ബിറ്റ്വീൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ടാഗ് ആർ എഫക്റ്റഡ് ബൈ ദാറ്റ് കണ്ടെയ്നർ ടാഗ്. കാരണം അതെല്ലാത്തിനും, കാരണം സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ അതിന് എൻഡിങ് ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഉള്ള ടാഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് empty ടാഗ് ആണ്. empty ടാഗ് എന്ന് പറയുന്നത് വെച്ചാൽ ടാഗ് ഈസ് ഓൾസോ നോൺ ആസ് എ സിംഗിൾ ടാഗ്. നമ്മൾ empty ടാഗിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്, സിംഗിൾ ടാഗ്. കാരണം ഇതിന് എന്തുണ്ടാവില്ല, ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, നോ എൻഡ്. ഇതിന് എന്തുണ്ടാവില്ല, എൻഡ് ക്ലോസിംഗ് ടാഗ് ഉണ്ടാവില്ല. അതിന് എക്സാമ്പിളാണ് BR, HR, ഇമേജ് എന്നൊക്കെ പറഞ്ഞ ടാഗുകൾ. ഇതൊക്കെ എക്സാമിന് ചോദിക്കും. കണ്ടെയ്നർ ടാഗും empty ടാഗും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റാർട്ടിങ്ങും ക്ലോസിംഗും ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത്. empty ടാഗ് എന്ന് പറയുന്നത് എന്താണ്, അതിന് സ്റ്റാർട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, ക്ലോസിംഗ് ഉണ്ടാവില്ല. ഓക്കെ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ HTML പറഞ്ഞു, ടാഗ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഇനി കുറേ സമയം ആട്രിബ്യൂട്ട് എന്ന് പറയും. അപ്പോൾ ആട്രിബ്യൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അഡീഷണൽ ഇൻഫർമേഷൻ സപ്ലൈഡ് വിത്ത് HTML ടാഗ് ആർ കോൾഡ് ആട്രിബ്യൂട്ട്സ്. എന്ന് വെച്ചാൽ നമ്മൾ HTML ടാഗുകൾക്ക് നമ്മൾ എന്ത് അഡീഷണൽ ആയിട്ട് നമ്മൾ എക്സ്ട്രാ, ഇപ്പോൾ നമ്മൾ HTML എന്ന് പറയുന്ന ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഈ വെബ് പേജ് നമ്മൾ ഓരോ ടാഗിനും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ P എന്ന് വെച്ചാൽ ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്ന ടാഗാണ് P എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ അലൈൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട്, റൈറ്റ് എന്ന് പറയുന്ന ആ പാരഗ്രാഫ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, റൈറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യണം. റൈറ്റ് അലൈൻ ദ പാരഗ്രാഫ്. ഹിയർ അലൈൻ ഈസ് ആട്രിബ്യൂട്ട്. അലൈൻ ആണ് എന്ത്, ആട്രിബ്യൂട്ട്. റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ വാല്യൂ ആണ്. ഹിയർ ദ പാരഗ്രാഫ് ഡിസ്പ്ലേഡ് ആസ് എ റൈറ്റ് അലൈൻ. കാരണം റൈറ്റിലായിട്ടായിരിക്കും എന്ത് ചെയ്യുക, ആ പാരഗ്രാഫ് അലൈൻ ചെയ്യുക. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അലൈൻ എന്ന് പറയുന്നത്, അതേപോലെ നമുക്ക് ഇപ്പം വിഡ്ത്ത്, ഹൈറ്റ്, കളർ, ഇതൊക്കെ എന്താണ്, ആട്രിബ്യൂട്ട്സ് ആണ്. ഓക്കെ ആണല്ലോ? ദെൻ നമ്മൾ പറയുന്നത്, ഇനി നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് HTML പേജ് ആണ്. അപ്പോൾ എന്താണ് ഒരു സ്ട്രക്ചർ ഓഫ് HTML നോക്കിക്കേ. HTML പേജ് എപ്പോഴും, അല്ലെങ്കിൽ HTML നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കണം, HTML ടാഗ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ഓപ്പണിംഗ് ആണ് ആദ്യം, ഇതിന് ഏറ്റവും അവസാനം എല്ലാ കോഡ് എഴുതി കഴിഞ്ഞാൽ അവസാനം നമ്മൾ എന്ത് ചെയ്യണം, ക്ലോസിംഗ് നമ്മൾ ഇടണം. അതിനുശേഷം ദ സോഴ്സ് കോഡ് ഈസ് റിട്ടേൺ യൂസിങ് ടെക്സ്റ്റ് എഡിറ്റർ. നമ്മൾ ഇത് എഴുതുന്നത് ഒന്നെങ്കിൽ ടെക്സ്റ്റ് എഡിറ്ററിലോ അല്ലെങ്കിൽ നോട്ട് പാഡിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ HTML കോഡ് നമുക്ക് എഴുതാവുന്നതാണ്. ദ ഫയൽസ് ആർ സേവ്ഡ് വിത്ത് എക്സ്റ്റൻഷൻ HTML ഓർ HTM. നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പേര് കൊടുക്കുക, ജസ്റ്റ് .html എന്ന് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇത് എന്താവുള്ളൂ, HTML ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിൾ ഒരു പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചത്. സിമ്പിൾ ആയിട്ടൊരു സ്ട്രക്ചറാണ് ഇവിടെ കാണിച്ചത്. ആദ്യം HTML, ഇതിനെന്താണ് ഹെഡ്, ദെൻ ടൈറ്റിൽ കൊടുത്തു. ടൈറ്റിൽ നമ്മൾ എന്ത് കൊടുത്തു, നമുക്ക് എന്താണ് വേണ്ടത്, ഗീവ് ദ ടൈറ്റിൽ ഹിയർ, ദെൻ ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ദെൻ ബോഡി, ഇവിടെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ മുഴുവനായിട്ട് നമ്മൾ എഴുതേണ്ട ഒരു സെക്ഷനാണ് എന്തെന്ന് പറയുന്നത്, ബോഡി സെക്ഷൻ. നമ്മളിപ്പം ജസ്റ്റ് ഹലോ വേൾഡ് എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കാണിക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഹലോ വേൾഡ് എന്നായിരിക്കും കാണിക്കുക. ദെൻ ബോഡി ക്ലോസ് ചെയ്തു, ദെൻ എന്ത് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പം മറന്നു പോകരുത്, ആദ്യം എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന എന്തിലാണ്, HTML സ്റ്റാർട്ട് ചെയ്യുക. ഇതിനെന്താണ്, ദെൻ ഹെഡ്, then അതിനുശേഷം എന്ത് ചെയ്യുക, ടൈറ്റിൽ എന്ന് കൊടുക്കുക. അതിനുശേഷം എന്താ, ടൈറ്റിൽ ക്ലോസ് ചെയ്യുക. ടൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ടൈറ്റിൽ കൊടുക്കുക, ദെൻ ടൈറ്റിൽ ക്ലോസ് ചെയ്യുക, ദെൻ ഹെഡ് ക്ലോസ് ചെയ്യുക.
അതേപോലെ തന്നെ ബോഡി, ദെൻ ബോഡി ക്ലോസ്. നമ്മൾ നേരത്തെ CSS പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ബോഡീൻ്റെ ഉള്ളിൽ എഴുതുന്നതാണ് ഒരു ടൈപ്പ് CSS, ദെൻ ഹെഡിൻ്റെ ഉള്ളിൽ എഴുതുന്നതാണ് എംബഡഡ് അല്ലേ, പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അതേപോലെ തന്നെ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, ഒരു HTML പ്രോഗ്രാമിൻ്റെ ബേസിക് ആയുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് HTML ഹെഡ്, ടൈറ്റിൽ, ദെൻ ടൈറ്റിൽ ക്ലോസ് ചെയ്യുക, ഹെഡ് ക്ലോസ് ചെയ്യുക, then അതിനുശേഷം എന്ത് ചെയ്യുക, ബോഡി ഓപ്പൺ ചെയ്യുക, ബോഡിനുള്ളിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എഴുതുക, അതിനുശേഷം എന്ത് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ ബേസിക് സ്ട്രക്ചർ ഓഫ് HTML ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് നമ്മൾ നോട്ട് പാഡിലും ടെക്സ്റ്റിൽ ടൈപ്പ് ചെയ്യുന്നത്, അതൊക്കെയാണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു നോട്ട് പാഡിലോ ടെക്സ്റ്റ് എഡിറ്ററിലോ നമുക്ക് എന്ത് ചെയ്യാം, ഈ HTML കോഡ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ എടുക്കുന്നത് നോട്ട് പാഡാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നോട്ട് പാഡ്, പുതിയൊരു നോട്ട് പാഡ് എടുത്തു. ഞാൻ എന്ത് ചെയ്തു, HTML കോഡ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, HTML ഓപ്പൺ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഞാൻ ഹെഡ് ടാഗ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തു. then എന്ത് ചെയ്തു, ടൈറ്റിലായിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്തെങ്കിലും ഞാൻ ടൈപ്പ് ചെയ്തു, ന്യൂ HTML എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ടൈറ്റിൽ ഞാൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിളാണ് സ്ലാഷ്. ടൈറ്റിൽ ഞാൻ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഹെഡും ഞാൻ ക്ലോസ് ചെയ്തു. ഹെഡ് ഞാൻ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്യാൻ ഞാൻ എന്ത് കൊടുക്കണം, സ്ലാഷ് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ഈ ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ മൊത്തമായിട്ട് എന്ത് ചെയ്യേണ്ടത്, ഹായ് ന്യൂ HTML കോഡ് എന്ന് ഞാൻ എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്തു. ചുമ്മാ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ വേണ്ട ആ കാര്യങ്ങൾ നമ്മൾ ബോഡി സെക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മളെല്ലാം കഴിഞ്ഞ് നമുക്ക് എന്ത് HTML ടാഗ് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യും. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ HTML നമുക്ക് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. അതെങ്ങനെ സേവ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫയലിൽ ഞാൻ എന്ത് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്, നമുക്ക് ഈസി ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സേവ് ആസിൽ ഡെസ്ക്ടോപ്പ് എടുക്കാം. അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്തു, സേവ് ചെയ്യണം. അപ്പോൾ സേവ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, CS.html എന്ന് പറഞ്ഞിട്ട് .html നമുക്കറിയാം, ഫയൽ ഈ ഒരു HTML ഫയൽ സേവ് ചെയ്യുമ്പോൾ .html എന്ന് കൊടുക്കണം അല്ലേ. നമ്മൾ CPP ചെയ്യുമ്പോൾ .cpp ചെയ്യുന്ന പോലെ തന്നെ HTML കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, .html വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സേവ് ചെയ്യേണ്ടത്. then എന്ത് ചെയ്തു, ഞാൻ ഡെസ്ക്ടോപ്പിൽ ഇതിനെ സേവ് ചെയ്തു. then ഇതിന് ശേഷം നമുക്ക് മിനിമൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പേര് വന്നു, CS എന്ന് പേര് വരും. അതിനുശേഷം എന്ത് ചെയ്യാം, ഇത് മിനിമൈസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാം, ഈ ഒരു ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ ഒരു ഐക്കൺ കാണാം, ബ്രൗസർ കാണാം, CS എന്ന് പേരുള്ള. ഇത് എന്ത് ചെയ്യുക, നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. കണ്ടോ, ഹായ് ന്യൂ HTML കോഡ് നമ്മൾ ബോഡിയിൽ കൊടുത്ത എന്താണോ അതാണ് നമുക്ക് എന്ത് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ ആണോ, നമ്മൾ എന്താണോ കൊടുത്തത്, CSS ഡോട്ടാണ് നമ്മുടെ HTMLൻ്റെ പേര്, അതെന്ത് ചെയ്തു, ഇവിടെ കണ്ടു. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഒരു HTML പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് സ്ട്രക്ചർ ഓഫ് HTML ഒക്കെ പറഞ്ഞു, എന്താണ് HTML കോഡൊക്കെ നമ്മൾ കണ്ടു, അതിൻ്റെ പ്രോഗ്രാം നമ്മൾ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് HTML ടാഗ്സും അതിൻ്റെ യൂസേജാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് HTML തന്നെയാണ്. അപ്പോൾ HTML എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗാണ്. കാരണം കണ്ടെയ്നർ ടാഗ് എന്ന് പറയുന്നത് എന്താ, ഇതിന് ഓപ്പണിങ്ങും ഉണ്ട് ക്ലോസിങ്ങും ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്, കണ്ടെയ്നർ ടാഗ് എന്ന് വിളിക്കുന്നത്. HTML ടാഗ് എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ ടാഗാണ്. അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഐഡൻറ്റിഫൈ ആൻഡ് HTML ഡോക്യുമെൻറ്റ്. ഒരു HTML ഡോക്യുമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടാഗ് നമ്മൾ യൂസ് ചെയ്യുക. കാരണം ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ HTML എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, ഒരു HTML ഡോക്യുമെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള മെയിൻ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ ലാങ്ങും ഡയറക്ഷനുമാണ്. ലാങ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ്. ദ ലാങ് ഈസ് എ ടാഗ് ഈസ് യൂസ് ടു സ്പെസിഫൈ ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ദ വെബ് പേജ്. നമ്മൾ ഏത് ടൈപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കാം, അതേപോലെ തന്നെ ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി കൊടുക്കാം, അതേപോലെ ഫ്രഞ്ച് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാംഗ്വേജ് അവിടെ എന്ത് കൊടുക്കാം, HTML ലാങ്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്യാം അല്ലേ. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് എന്ത്, ലാങ് എന്ന് പറയുന്നത്. DIR എന്ന് വെച്ച് കഴിഞ്ഞാൽ DIR ടാഗ് സ്പെസിഫൈ ഡയറക്ഷൻ ഇൻ ദ വിച്ച് ടെക്സ്റ്റ് ഷുഡ് ബി ഡിസ്പ്ലേ ഇൻ ദ വെബ് ബ്രൗസർ. നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് എങ്ങനെ വേണം നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ, അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ടാണ് എന്ത്, ഡയറക്ഷൻ, DIR എന്ന് പറയുന്ന ടാഗ്. നോർമലി ഡിസ്പ്ലേ ഫ്രം ദ ലെഫ്റ്റ് ടു, നമ്മൾ എന്താ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ നോർമലി, അതേപോലെ നമുക്ക് റൈറ്റ് ടു ലെഫ്റ്റ് കൊടുക്കാം, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അല്ല, രണ്ട് രീതി ആട്രിബ്യൂട്ട്സ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്നെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ്, അതേപോലെ റൈറ്റ് ടു ലെഫ്റ്റ്. ഈ രണ്ട് വാല്യൂസ് ആണ് എന്തിൽ കാണിക്കുന്നത്, ഡയറക്ഷനിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് HTML വരുന്ന രണ്ട് ആട്രിബ്യൂട്ട്സ്, ലാങ്ങും
ഡയറക്ഷനും എക്സാമിന് ചോദിക്കാറുണ്ട്. HTML എന്ന് പറഞ്ഞാൽ എന്തിനാണ്, നമുക്ക് ആ ഒരു ഡോക്യുമെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തുള്ള മെയിൻ 2 ആട്രിബ്യൂട്ട്സ് ആണ് എന്ത്, ലാങ്ങും DIRും. ലാങ് എന്ന് പറയുന്നത് എന്താണ്, ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്യാനും. DIR എന്ന് പറയുമ്പോൾ ഡയറക്ഷനാണ്, ആ ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടന്റ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്കാണോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്കാണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് HTML ടാഗ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ഹെഡാണ്. രണ്ടാമത് കൊടുക്കുന്ന ടാഗ് അത് ഹെഡാണ്. ഹെഡും എന്താണ്, കണ്ടെയ്നറാണ്. ഓപ്പണിംഗും ഉണ്ട്, ക്ലോസിംഗും ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഡിഫൈൻ ദ ഹെഡ് സെക്ഷൻ HTML ഡോക്യുമെൻറ്റ്. നമ്മൾ ഒരു ഹെഡ് സെക്ഷൻ, ഒരു HTML ഡോക്യുമെൻറ്റിൽ എന്താണ്, ഒരു ഹെഡ് സെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു ടാഗാണ് എന്ത്, ഹെഡ് ടാഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈറ്റിലാണ്. ഇതൊരു കണ്ടെയ്നർ ടാഗാണ്. ഓപ്പണിംഗ് ക്ലോസിംഗും ഉണ്ട്. ടൈറ്റിൽ ഓഫ് ദ HTML ഡോക്യുമെന്റ്, നമ്മൾ കൊടുക്കുന്ന HTMLന്റെ ടൈറ്റിൽ, നിങ്ങൾ ഓൾറെഡി പ്രോഗ്രാം ഞാൻ ചെയ്തപ്പം കണ്ടിട്ടുണ്ടാവും. അതിന് മേലെ URLന്റെ മേലെ ആയിട്ട് നമ്മൾ എന്തെങ്കിലും ടൈറ്റിൽ കാണിക്കുന്നുണ്ട് ഇല്ലേ. നമ്മൾ എന്താണോ ടൈറ്റിൽ പേര് കൊടുത്തത് ആ പേര് എന്ത് ചെയ്യും, ആ സ്ക്രീനിൽ മേലെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ടൈറ്റിൽ ഓഫ് ദ HTML ഡോക്യുമെന്റ്. ടൈറ്റിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്യുന്നത്. അതിന് പ്രത്യേകമായിട്ട് നമ്മൾ എന്താണ് ആട്രിബ്യൂട്ട് പറയുന്നില്ല. ടാഗ് ഹെഡിൻ്റെ ഉള്ളിലായിട്ടാണ് എന്ത് കൊടുക്കുന്നത്, ടൈറ്റിൽ കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ. ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുക, ടൈറ്റിൽ കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി പ്രോഗ്രാം എഴുതുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. ദെൻ അതിനുശേഷം വരുന്നതാണ് ബോഡി ടാഗ്. ഈ ബോഡി ടാഗിനുള്ളിലാണ് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ബോഡി എന്ത് തന്നെയാണ്, ഒരു കണ്ടെയ്നർ ടാഗാണ്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ട്. ബോഡി സെക്ഷൻ ഓഫ് ദ HTML ഡോക്യുമെന്റ്, നമ്മൾ HTML ഡോക്യുമെന്റിന്റെ മെയിൻ സെക്ഷൻ എന്തൊക്കെയാണോ നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കുന്നത് അത് മൊത്തമായിട്ട് ഈ ബോഡീൻ്റെ ഉള്ളിൽ, അപ്പോൾ ഇൻസൈഡ് ദ ബോഡിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു 7-8 ആട്രിബ്യൂട്ട്സ് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് ആട്രിബ്യൂട്ട് ആണ് എന്ത്, BG കളർ. BG കളർ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സ്പെസിഫൈ ചെയ്യാം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കളർ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡോക്യുമെൻറ്റ്, നമ്മുടെ ഈ ഒരു ബോഡി സെക്ഷനിൽ കാണിക്കുന്ന കളർ എന്ത് വേണമെങ്കിലും, പച്ച, നീല, എന്ത് വേണമെങ്കിലും കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, BG കളർ. നമ്മൾ എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഇത് കൊടുക്കുക, ബോഡി BG കളർ അല്ലേ. BG കളർ നേരിട്ട് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യാം, എന്താണോ നമുക്ക് വേണ്ട കളർ, അത് കളർ എന്ത് ചെയ്യുക, റെഡ് ആണെങ്കിൽ റെഡ്, ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് ഓരോ കളറിനും അതിൻ്റെതായിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ആ കളർ എന്ത് ചെയ്യും, അവിടെ കാണിക്കും. ഇതിനടുത്ത് ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കളർ പോലെ തന്നെ നമുക്ക് ഇമേജസോ അങ്ങനെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്സ്. ഫസ്റ്റ് വൺ BG കളറാണ് ഒരു ആട്രിബ്യൂട്ട്, സെക്കൻഡ് വൺ ബാക്ക്ഗ്രൗണ്ട് ആണ്. ദെൻ നമുക്ക് ഇമേജസ് കൊടുക്കാം. ദെൻ ടെക്സ്റ്റ്, നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്പെസിഫൈ ആയിട്ട് കളർ, ടെക്സ്റ്റിൻ്റെ കളർ എന്ത് ചെയ്യാൻ മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് എല്ലാം നമുക്ക് ഓരോ, ഇപ്പോൾ നമ്മളൊരു പേര് എഴുതുന്നതാണെങ്കിൽ ഹായ് എന്ന് എഴുതുന്നുണ്ടെങ്കിൽ ഹായിന് നമുക്ക് ഗ്രീനോ യെല്ലോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. ഡിഫോൾട്ടായിട്ട് എന്ത് കളറായിരിക്കും ഉണ്ടാവുക, ജസ്റ്റ് ബ്ലാക്ക് ആയിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് ഡിഫോൾട്ടായിട്ട് അവിടെ കാണിക്കുന്ന കളർ ബ്ലാക്ക് ആയിരിക്കും ഉണ്ടാവും. അതേപോലെ ലിങ്ക് എന്ന് പറയുമ്പോൾ എന്താ, ഇറ്റ് സ്പെസിഫൈ ദ കളർ ഓഫ് ദ അൺവിസിറ്റഡ് ലിങ്ക്, ദ ഡിഫോൾട്ട് കളർ ഈസ് ബ്ലൂ. നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടൊരു ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ലിങ്ക് കാണിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ സാധാരണ വെബ്സൈറ്റിലൊക്കെ നമ്മൾ ലിങ്ക് കാണിക്കാറുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു വെബ് പേജിലോട്ടേക്ക് പോകും. അങ്ങനെ കാണിക്കുന്ന അതിനൊക്കെ നമ്മൾ എന്ത് കൊടുക്കും, ഡിഫോൾട്ടായിട്ട് ബ്ലൂ കളറാണ്. അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, വേറെ കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതിനാണ് ലിങ്ക്. ലിങ്ക് എന്ന് വെച്ചാൽ സ്പെസിഫൈ കളർ ആക്റ്റീവ് ലിങ്ക്. നമ്മളിപ്പം ഒരു ആക്റ്റീവായിട്ട് ലിങ്ക് ആണെങ്കിൽ അതിന് വേണ്ടി കൊടുക്കുന്നതാണ് എന്ത്, ഗ്രീൻ എന്ന് പറയുന്നത്. ആക്റ്റീവ് ആണ് എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ആക്റ്റീവായിട്ട് കിടക്കുന്നതാണ് എന്ത്, അല്ലെങ്കിൽ സ്പെസിഫൈ ദ ആക്റ്റീവ് ലിങ്കിന് കൊടുക്കുന്നതാണ് എന്ത്, ലിങ്ക്. അതേപോലെ ലിങ്ക് എന്ന് വെച്ചാൽ എന്താണ്, വിസിറ്റഡ് ആണെന്ന് കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് എന്ത്, ലിങ്ക് എന്ന് പറയുന്നത്. അത് ഡിഫോൾട്ട് കളർ എന്താ, പർപ്പിൾ ആണ്. അപ്പോൾ ഓൾറെഡി ലിങ്കിന് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ എന്തായിട്ട് കാണിക്കും, ബ്ലൂ കളറായിട്ട് കാണിക്കും. ലിങ്ക് ആക്റ്റീവ് എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ എന്താണ്, ആക്റ്റീവായിട്ട് ഓൾറെഡി നമ്മൾ പേജ് തുറന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അതിന് നമുക്ക് സെപ്പറേറ്റ് കളർ കൊടുക്കാം. അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് എന്ത് കാണിക്കും, ഗ്രീൻ കളർ കാണിക്കും. ഓൾറെഡി വിസിറ്റ് ചെയ്തതാണെങ്കിൽ അതിന് നമുക്ക് സെപ്പറേറ്റ് കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലിങ്ക്. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ എന്ത് കാണിക്കും, ഡിഫോൾട്ടായിട്ട് പർപ്പിൾ കളറാണ് കാണിക്കാം. ഇത് ലെഫ്റ്റ് മാർജിനാണ്. നമുക്ക് എന്ത് ചെയ്യാം, മാർജിൻസ് സെറ്റ് ചെയ്യാം. ടെക്സ്റ്റുകളൊക്കെ എഴുതുന്ന സമയത്ത് ടോപ്പ് ലെഫ്റ്റ് മാർജിൻ അങ്ങനെയൊക്കെ അപ്പിയർ ചെയ്യാം. അതേപോലെ ടോപ്പ് മാർജിൻ, നമുക്ക് ടോപ്പ് മാർജിൻ എവിടെയൊക്കെ ഏത് സൈഡിൽ നിന്ന് വേണം, അല്ലെങ്കിൽ എത്രത്തോളം സ്പേസ് വേണം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ബോഡി സെക്ഷനിൽ BG കളർ, ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ്, ഈ ലിങ്ക്, ലിങ്ക്, ലിങ്ക് ഒക്കെ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് നമ്മൾ പറയുന്ന ഹെഡിങ്സ് ആണ്. ഹെഡിങ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മളോട് ഹെഡ് പറഞ്ഞു. ഹെഡിങ്സ് ഇൻ HTML വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. H1, H2, H3, H4, 6 ഹെഡിങ്സ് ഉണ്ട്. ഈ 6 ഹെഡിങ്സ് എന്ന് പറയുന്നത് എന്താ, ഡിഫറെൻറ്റ് സൈസാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് H1 എന്ന് പറയുന്ന ടാഗാണ് എന്ത്, ഏറ്റവും വലിയ സൈസ്.
ഏറ്റവും വലിയ സൈസിൽ കാണിക്കുന്നത് എന്താണ്? H1 ആണ്. ഏറ്റവും ചെറുതിലാണ് എന്തെന്ന് പറയുന്നത് H6 എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ഫോണ്ട് സൈസിലായിരിക്കും എന്ത് ചെയ്യുക കാണിക്കാം. ഇതിനുള്ള ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താ? ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ ആണ്. നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ലെഫ്റ്റ് മാർജിൻ ആവാം, അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ് മാർജിൻ ആവാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ആ പേജിൻ്റെ സെൻറ്ററിൽ കാണിക്കാം. ഇങ്ങനെയാണ് എന്ത് കാണിക്കുന്നത് ഹെഡിങ്സ് കൊടുക്കുന്നത്. അപ്പം അത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലുതായിട്ട് കാണിക്കുന്നത് എന്താണ്? H1 ആണ്. അതിൻ്റെ തൊട്ട് താഴെ H2. ഏറ്റവും ചെറുതായിട്ട് കാണിക്കുന്ന എന്താണ്? H6 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രോഗ്രാം നമുക്ക് എന്ത് ചെയ്യാം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഹെഡിങ് എന്ന് പറഞ്ഞൊരു ടാഗ് നമ്മൾ പഠിച്ചു. ഹെഡിങ് എന്ന് പറയുമ്പോൾ H1, H2, H3, H4 ഒക്കെ അല്ലേ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് കാണിച്ചത്. എക്സാമിന് ചോദിക്കാറുണ്ട് ഹെഡിങ്ങിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ എന്ത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. HTML ഓപ്പൺ ചെയ്തു, ഹെഡ് ടൈറ്റിൽ ഞാൻ അതിന് പേര് കൊടുത്തു, ഹെഡിങ് എന്ന് പേര് കൊടുത്തു, ദെൻ ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ബോഡിയിൽ ഞാൻ എന്ത് ചെയ്തു, ബോഡി ടാഗ് പറയുന്ന സമയത്ത് കുറേ ആട്രിബ്യൂട്ട്സ് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു BG കളർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്ത് ചെയ്തു യൂസ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ടിൽ കളർ ചേഞ്ച്. അപ്പോൾ ഞാൻ അവിടെ എന്ത് കൊടുത്തു? റെഡ് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേറെ കളർ വേണമെങ്കിൽ വേറെ കൊടുക്കാം അല്ലെ. BG കളർ സീക്വൽ റെഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യും റെഡ് കളർ കൊടുത്തു. ആണ് ആ H1, H2, H3, H4, H5, H6 അതിൻ്റെ എക്സാമ്പിളാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് H1 എന്ന് പറയുന്നത് വലുതാണ് എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സൈസിൽ വലിയ ഫോണ്ട് സൈസിൽ കാണുന്നത് എന്തായിരിക്കും? H1 ആയിരിക്കും. then അതിനുശേഷം H2, H3, H4, H6. H6 എന്ന് പറയുന്നത് ഏറ്റവും ചെറുതായിരിക്കും കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അത് ഫയലിൽ പോയിട്ട് സേവ് ചെയ്തു. സേവ് ആസ് പോയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്തു? സേവ് ചെയ്തു. then എന്ത് ചെയ്തു? ഞാൻ ഹെഡ് എന്നാണ് പേര് കൊടുത്തത്. head.html എന്ന് പേര് കൊടുത്തു. then എന്ത് ചെയ്തു? ഹെഡ് എന്ന് അവിടെ വന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു ഐക്കൺ കാണാം. സേവ് ചെയ്യുമ്പോൾ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്ത് കാണാം? നമുക്ക് ഐക്കൺ കാണാം. then എന്ത് ചെയ്യുക? ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് കാണും? നമ്മൾ കണ്ടോ ഹായ് ന്യൂ എന്നാണ് ഞാൻ എന്താണോ ബോഡിയിൽ കൊടുത്തത് കണ്ടോ. ഏറ്റവും H1 ഏറ്റവും വലിയ ഫോണ്ടായിട്ട് കാണുന്നത്. H6 എത്തുമ്പോൾ എന്ത് ചെയ്തു? അത് ഏറ്റവും ചെറുതായിട്ട് മാറി. ഓക്കെ ആണോ? ഇനി എനിക്കെന്ത് ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്യാണ്? ഇപ്പം ഈ ഒരു കളർ ഇപ്പോൾ റെഡ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാണ്? ഗ്രീൻ ആക്കാണ്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ ആക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഫയലിൽ പോയിട്ട് സേവ് കൊടുക്കാം. സേവ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? നമുക്ക് ഇതൊന്നും കൂടെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിട്ട് മാറിയത്? ആ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ ആയിട്ട് മാറി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിനകത്ത് പല മാറ്റങ്ങൾ എന്ത് ചെയ്യാം? പല ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് പല പല കളേഴ്സോ അല്ലെങ്കിൽ സൈസോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമേജ് വെക്കണേ ഇമേജ് വെക്കാം അല്ലേ. പലതും മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾ നോക്കുന്നത് ഈ H1 എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഹൈയസ്റ്റ് ഏറ്റവും വലിയ സൈസ് ആയിരിക്കും. H2 എന്താണ്? അതിൻ്റെ തൊട്ടടുത്ത സൈസ്. H3 അതിൻ്റെ തൊട്ട്. H6 ആണ് എന്ത്? ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള സൈസിൽ എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോണ്ട് സൈസ് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പറയുന്നത് P ടാഗ് ആണ്. P എന്ന് പറയുന്നതും ഒരു കണ്ടെയ്നർ ടാഗ് ആണ്. ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. ഇത് പാരഗ്രാഫ് ആക്കാം. നമുക്ക് കൊടുത്ത ടെക്സ്റ്റുകളെ ഓരോ പാരഗ്രാഫ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗ് ആണ് എന്ത്? P ടാഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിനായിട്ടുള്ള അലൈൻ ആട്രിബ്യൂട്ട് ആണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂസ് ആണ് ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ജസ്റ്റിഫൈ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങണോ, കുറച്ച് റൈറ്റ് വേണോ, അല്ലെങ്കിൽ നമ്മൾ സെൻറ്ററിലാണോ അത് വേണ്ടത്. ജസ്റ്റിഫൈ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കറക്റ്റായ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ട്രാ തൂങ്ങി കിടക്കാതെ കറക്റ്റ് ഷേപ്പിലാണോ വരുന്നത്, അതാണ് ജസ്റ്റിഫൈ. അപ്പോൾ നമ്മൾ ഈ P എന്ന് പറയുന്നത് എന്താണ്? പാരഗ്രാഫ് ആണ്. കാരണം പാരഗ്രാഫ് സെക്ഷൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? P ടാഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് BR ടാഗ് ആണ്. ഇതൊരു empty ടാഗ് ആണ്, മറന്നു പോകരുത്. BR ടാഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു empty ടാഗ് ആണ്. കാരണം empty ടാഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് ക്ലോസിംഗ് ഇല്ല, ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ. ഇൻസേർട്ട് ലൈൻ ബ്രേക്ക്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഓരോ സെൻറ്റൻസുകളോ ടെക്സ്റ്റുകളോ നമുക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? BR എന്ന് പറയുന്നത്. ബ്രേക്ക് എന്ന് വെച്ചാൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതിന് പ്രത്യേകിച്ച് ആട്രിബ്യൂട്ട്സ് ഒന്നുമില്ല. അതിനടുത്തത് HR ആണ്. ഇതും എന്തുതന്നെയാണ്? ഒരു empty ടാഗ് ആണ്. ഇത് ക്രിയേറ്റ് എ ഹൊറിസോണ്ടൽ ലൈൻ ഇൻ HTML. നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ലൈന് നമ്മൾ എന്താണ് HTML ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് എന്തെന്ന് പറയുന്നത്? HR ടാഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? സൈസ്, വിഡ്ത്ത്, അലൈൻ, കളർ, ഇത്രയും ആട്രിബ്യൂട്ട്സ് അല്ല. ഇതും കൂടാതെ നമുക്ക് ഇനിയും ആട്രിബ്യൂട്ട്സ് ഉണ്ട്. മെയിനായിട്ട് വരുന്നത് എന്താണ്? സൈസ്, വിഡ്ത്ത്, അലൈൻ, കളറാണ്. സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് തിക്നെസ്, ആ ലൈൻ നമുക്ക് ഹൊറിസോണ്ടൽ ലൈനിൻ്റെ തിക്നെസ് നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടണേയും കൂട്ടാം, കുറയ്ക്കണേയും കുറക്കാൻ വേണ്ടി പറ്റും. വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫൈ ദ വിഡ്ത്ത് ഓഫ് ദ ലൈൻ. ആ ലൈൻ്റെ വിഡ്ത്ത് എത്രത്തോളം വേണമെന്ന് കാണിക്കാൻ. അലൈൻ എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ലെഫ്റ്റിലോട്ടേക്ക് പോകണം, റൈറ്റിലോ സെൻറ്റർ അങ്ങനെ കാണിക്കുന്നതാണ് എന്ത്? അലൈൻ. ദെൻ കളർ എന്ന് പറയുന്ന ആ ലൈന് നമുക്ക് എന്ത് ചെയ്യാം? സ്പെസിഫൈ കളർ കൊടുക്കാം. അതേപോലെ തന്നെ അഞ്ചാമതുണ്ട് ഒരു ആട്രിബ്യൂട്ട് നോ ഷെയ്ഡ് ആണ്. നോ ഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ദ ലൈൻ ഷുഡ് ഹാവ് ദ ഷാഡോ എഫക്റ്റ്. നമ്മൾ ജസ്റ്റ് ഷാഡോ എഫക്റ്റ് കാണിക്കില്ലേ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും?
ആ ലൈനിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അതാണ് HR എന്ന് പറയുന്നത്. ഒരു empty ടാഗ് ആണ്, മറന്നു പോകരുത്. അടുത്തത് സെൻറ്റർ ടാഗ് ആണ്. സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെൻട്രലൈസ് ദ കണ്ടന്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ദ വെബ് പേജ്. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് മൊത്തമായിട്ടും സെൻറ്ററിലായിട്ട് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് എന്തെന്ന് പറയുന്നത്? സെൻറ്റർ ടാഗ് എന്ന് പറയുന്നത്. ഇതൊരു കണ്ടെയ്നർ ടാഗാണ്. ഓപ്പണിങ്ങും ഉണ്ട്, ക്ലോസിങ്ങും ഉണ്ട്. കാരണം നമ്മൾ കൊടുക്കുന്ന എല്ലാ കണ്ടന്റും ഇപ്പോൾ ഇതാണ് വെബ് പേജ് എങ്കിൽ കറക്റ്റ് സെൻറ്റർ പൊസിഷനിലോട്ട് വരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് എന്തെന്ന് പറയുന്നത്? സെൻറ്റർ ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമ്മൾ സെൻറ്റർ ടാഗ് ഒക്കെ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ടു ഫോർമാറ്റ് ടെക്സ്റ്റ് ഇൻ എ വെബ് പേജ്. ദ ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ആർ ബോൾഡ്, ഇറ്റാലിക്സ് ആൻഡ് അണ്ടർലൈൻ. കാരണം ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റുകൾക്ക് മാറ്റങ്ങൾ വരുത്താൻ. നമ്മളിപ്പോൾ വേർഡിലോ ഇതിലൊക്കെ ചെയ്യുമ്പോൾ അതിന് ഇറ്റാലിക്സ് ആക്കാറുണ്ട്, ബോൾഡ് ആക്കാറുണ്ട്, അണ്ടർലൈൻ. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്തെന്ന് പറയുന്നത്? ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൾഡ് ആണ്. ഒരു കണ്ടെയ്നർ ടാഗാണ്. ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. ഡിസ്പ്ലേ ദ കണ്ടന്റ് ബോൾഡ് ആക്കാനും അതേപോലെ തന്നെ സ്ട്രോങ് എന്ന് പറയുന്നത് എന്താണ്? കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ബോൾഡ് ഫ്രേസ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ ഒരു ബോൾഡും സ്ട്രോങ് എന്നും പറയുന്നത്. ഇത് ബോൾഡ് ആക്കാം. മെയിനായിട്ട് നമ്മൾ ബോൾഡും സ്ട്രോങ് ഒക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ചെറിയ വ്യത്യാസങ്ങളാണ് ഇതിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റാലിക്സ് ആണ്. അതേപോലെ എന്താണ്? എംബസൈസ് ആണ്. ഡിസ്പ്ലേ ദ കണ്ടന്റ് ഓഫ് ഇറ്റാലിക്സ് ആക്കാൻ വേണ്ടി, നമ്മളെ കണ്ടന്റ് ഇറ്റാലിക്സ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഐ എന്ന് പറയുന്ന ടാഗാണ്, അല്ലെങ്കിൽ EM. ഇതിനടുത്ത് അണ്ടർലൈന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? യു. നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. യു നമ്മൾ സാധാരണ ഒരു വേർഡിലോ ഇതിലൊക്കെ നമ്മൾ യു കൊടുത്താൽ അണ്ടർലൈൻ വരാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ HTML ടാഗിൽ ആ ടെക്സ്റ്റുകൾക്ക് അണ്ടർലൈൻ കൊടുക്കാണ്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത്? യു. കാരണം അതിനൊരു ക്ലോസിംഗ് ഉണ്ട്. കാരണം ഇതൊക്കെ എന്താണ്? ഒരു കണ്ടെയ്നർ ടാഗാണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് സ്ട്രൈക്ക്. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് എഴുതി. ഇപ്പോൾ ഞാനിപ്പം ഹായ് HTML എന്ന് എഴുതി. ഇപ്പോൾ HTML എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കൂടി ഒരു സ്ട്രൈക്ക്, ഒരു ലൈൻ വരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? എസ് അല്ലെങ്കിൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ടാഗ്. ഡിസ്പ്ലേ ദ ടെക്സ്റ്റ് ഇൻ സ്ട്രൈക്ക് ത്രൂ ദ സ്റ്റൈൽ. നമുക്കൊരു സ്ട്രൈക്ക് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ ഒരു ടാഗ്. അതേപോലെ ബിഗ്, ഇൻക്രീസ് സൈസ് ഓഫ് ദ ടെക്സ്റ്റ്. നമുക്കിപ്പം ടെക്സ്റ്റിൻ്റെ സൈസ് നമ്മൾ കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ബിഗ് എന്ന് പറയുന്ന ടാഗ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനത്തെ കുറേ ടാഗുകളുണ്ട് നമുക്ക്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് എല്ലാ സ്ഥലങ്ങളും നമ്മൾ യൂസ് ചെയ്യാറില്ല, എന്നാലും നമ്മൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ സ്ട്രൈക്ക് എന്ന് പറയുന്ന എക്സാം ചോദിക്കാറുണ്ട്. എന്താണ്? നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റിൻ്റെ മേലെ കൂടെ നമ്മൾ ജസ്റ്റ് ലൈൻ നമ്മൾ സ്ട്രൈക്ക് ചെയ്യില്ല, അതിൽ വരാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ ഒരു ടാഗ്. ബിഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ബിഗ് എന്ന് പറയുന്ന ടാഗ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ സ്മോൾ ഉണ്ട്. സ്മോൾ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ടെക്സ്റ്റ് ഏറ്റവും ചെറുതാക്കാൻ വേണ്ടി, സ്മോൾ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? സ്മോൾ ടാഗ്. അതേപോലെ തന്നെ SUP എന്ന് വെച്ചാൽ എന്താണ്? സൂപ്പർ സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ എന്താണ്? നമ്മൾ സബ്സ്ക്രിപ്റ്റും മേലെയും താഴെ എഴുതാറില്ലേ? അതിന് വേണ്ടിയാണ് എന്ത്? സബ്സ്ക്രിപ്റ്റും അതേപോലെ എന്താണ്? സൂപ്പർ സ്ക്രിപ്റ്റും യൂസ് ചെയ്യുന്നത്. നമ്മൾ പവറൊക്കെ എഴുതാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ രണ്ട് ടാഗുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ആലോചിച്ച് വെക്കുക. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. സൂപ്പർ സ്ക്രിപ്റ്റും അതേപോലെ എന്താണ്? സബ്സ്ക്രിപ്റ്റും എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. നമ്മളിപ്പം പവേഴ്സൊക്കെ എഴുതാൻ വേണ്ടി, ഇപ്പോൾ നമ്പറിൻ്റെ മേലെ അല്ലെങ്കിൽ നമ്മൾ താഴെ ഇപ്പം സബ്സ്ക്രിപ്റ്റ് എന്നൊക്കെ നമ്മൾ അതേപോലെ സൂപ്പർ സ്ക്രിപ്റ്റ്, അതേപോലെ നമ്മളിപ്പോൾ ഇതിൻ്റെ താഴെയൊക്കെ നമ്മൾ എഴുതാറില്ല. ഇപ്പം A1 എന്നൊക്കെ എഴുതുമ്പം അതേപോലെ 2 അതൊക്കെ എഴുതുന്ന സമയത്ത് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? സൂപ്പർ സ്ക്രിപ്റ്റും സബ്സ്ക്രിപ്റ്റ് എന്നും പറയുന്നത്. ഓക്കെ ആണല്ലോ? ദെൻ അടുത്തത് ബ്ലോക്ക് കോഡ്സ് ആണ്. ഈ ബ്ലോക്ക് കോഡ്സ് എന്ന് വെച്ചാൽ ലോങ് കോഡ്. ദാറ്റ് ഈസ് നമ്മൾ മൾട്ടിപ്പിൾ ലൈൻസിന് വരുന്നുണ്ടെങ്കിൽ, നമ്മൾ ലോങ് കൊട്ടേഷൻസ് ഒക്കെ വരുമ്പോൾ, കുറേ കൊട്ടേഷൻസിനുള്ളിൽ നമ്മൾ കുറേ ലൈൻസ് ഒക്കെ വരുമ്പം അതിനെ മൾട്ടിപ്പിൾ ലൈൻസ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ കൊട്ടേഷൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ക്യൂ എന്ന് പറയുന്നത് കോട്ട്, ഇപ്പോൾ ഡബിൾ കോട്ട്സ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഈ ഒരു ടാഗ് എന്ന് പറയുന്നത്. ഇത് എക്സാമിന് ജസ്റ്റ് നോട്ട് ചെയ്യുക, കാരണം ഇത് എക്സാമിന് ചോദിക്കുക എന്താണ് ഇതിൻ്റെ യൂസേജ് എന്ന് ചോദിക്കുകയാണ്. ലോങ് കൊട്ടേഷൻ, ദാറ്റ് ഈസ് കൊട്ടേഷൻ ദാറ്റ് സ്പാൻ മൾട്ടിപ്പിൾ ലൈൻസ്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ബ്ലോക്ക് കോഡ്സ് അല്ലെങ്കിൽ ക്യൂ നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രീ ആണ്. ഡിഫൈൻ ദ പ്രീ ഫോർമാറ്റഡ് എന്താണ്? text that is display in the exactly the character and the line spacing return in the source document. നമ്മളിപ്പം ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് വെക്കുക. ഓൾറെഡി പ്രീ ഡിഫൈൻ ചെയ്തിട്ടുള്ള അതേ ഫോമാറ്റ് തന്നെ നമുക്ക് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു അഡ്രസ്സ്, അതിന് വരുന്നതാണ് അഡ്രസ്സൊക്കെ. ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിന് നമുക്ക് എന്ത് ചെയ്യണം? അഡ്രസ്സ് വരണമെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അതേ ഫോമിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ പ്രീ എന്ന് പറയുന്ന ടാഗ്. ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അതേ ഫോർമാറ്റിൽ തന്നെ വേണം, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് പ്രീ ടാഗ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഒരു ഇതാണ് അഡ്രസ്സ്. അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ടാഗ് ഡിഫൈൻ ദ കോൺടാക്ട് ഇൻഫർമേഷൻ ഓൺ അറ്റ് ഡോക്യുമെന്റ്. കാരണം എങ്ങനെയാണ് ഒരു അഡ്രസ്സ് നമ്മൾ കൊടുക്കില്ലേ? ഇപ്പോൾ നോർമലി ഒരു അഡ്രസ്സ് എഴുതുമ്പോൾ അതിന് ഫോർമാറ്റില്ലേ, അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അഡ്രസ് ടാഗ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചുമ്മാ എഴുതിയാലും വരും, പക്ഷേ അതേ ഫോർമാറ്റിൽ നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അഡ്രസ് ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഓക്കെ, നെക്സ്റ്റ് മാർക്ക് യു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ന്യൂസ് ചാനലിലൊക്കെ താഴെ എന്ത് ചെയ്യാറുണ്ട്, നമ്മളിങ്ങനെ താഴെ ഇങ്ങനെ പോവാറില്ലേ ഓരോ ലൈൻ ബൈ, അല്ലെങ്കിൽ എന്താണ് ഈ നമ്മളെ വാർത്തകളൊക്കെ താഴെ മൂവ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യാൻ പോകുന്നു. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് മാർക്ക് യു എന്ന് പറഞ്ഞ് ഡിഫൈൻ ദ ടെക്സ്റ്റ് ദാറ്റ് സ്ക്രോൾ അക്രോസ് ദ യൂസർ ഡിസ്പ്ലേ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് മാർക്ക് യു എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കാറുണ്ട് ഇതിൻ്റെ എന്താണ് യൂസേജ് എന്ന്, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. മാർക്ക് യു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് നമ്മൾ എന്തെങ്കിലും സ്ക്രോൾ ചെയ്ത് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത് മാർക്ക് യു എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട്സ് ആണ് ഹൈറ്റ്, അതേപോലെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്, അതേപോലെ എച്ച് സ്പേസ്, വി സ്പേസ്, സ്ക്രോൾ എമൗണ്ട്സ് ആൻഡ് സ്ക്രോൾ ഡിലേ, ബിഹേവിയർ, ലൂപ്പ്, ഡയറക്ഷൻ. ഈ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു എത്രത്തോളം ഇപ്പം ഈ ഒരു സൈസിൽ എത്ര സൈസ് വേണം ആ ടെക്സ്റ്റ് പോകാനുള്ളത്, അതാണ് എന്തെന്ന് പറയുന്നത് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത്. എച്ച് സ്പേസ് ആൻഡ് വി സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സറൗണ്ടിങ് ബിറ്റ്വീൻ ടെക്സ്റ്റ്, ഇപ്പം എത്ര ഈ ഒരു ചുറ്റുപാട് മൊത്തമായിട്ട് പോകണം അല്ലെങ്കിൽ ചെറുതായിട്ട് പോയാൽ മതിയൊന്ന് ടെക്സ്റ്റ് അത്. അതേപോലെ സ്ക്രോൾ എമൗണ്ട് ആൻഡ് സ്ക്രോൾ ഡിലേ എന്ന് വെച്ചാൽ എത്ര സ്പീഡ് കൊടുക്കണം, അതിന് എത്രത്തോളം വേഗം പോകണോ അല്ലെങ്കിൽ ചെറുതായിട്ട് അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞ് പോയാൽ മതിയോ, അതിന് വേണ്ടിയിട്ടാണ് സ്ക്രോൾ എമൗണ്ട് ആൻഡ് സ്ക്രോൾ ഡിലേ കൊടുക്കുന്നത്. ബിഹേവിയർ എന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് സ്ക്രോളിംഗ് എന്ന് വെച്ചാൽ നമുക്കിപ്പം എങ്ങനെ വേണം സ്ക്രോൾ. ഇറ്റ് ഈസ് 3 വാല്യൂസ് ആണ്, സ്ക്രോള്, സ്ലൈഡ് ആൻഡ് ഓൾട്ടർനേറ്റ്. കാരണം ഒന്നിങ്ങനെ സ്ലൈഡായിട്ട് പോവാം, അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് വന്നിട്ട് അപ്പം തന്നെ പോവാം, അല്ലെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇങ്ങനെ നമ്മൾ കാണാറില്ല, ഇങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് അങ്ങനെ വരാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരാം. അങ്ങനെ ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, എത്ര ടൈം ഇത് സ്ക്രോൾ ചെയ്ത് വരണം, കുറേ സമയം വരണം, അല്ലെങ്കിൽ ഇത്ര സമയം മാത്രം വന്നാൽ മതിയോ, അതിനാണ് ലൂപ്പ്. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സ്ക്രോൾ ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണോ, റൈറ്റ് ടു ലെഫ്റ്റ് ആണോ, അല്ലെങ്കിൽ താഴെ നിന്ന് മേലോട്ടേക്കാണോ, അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡയറക്ഷൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യും നിങ്ങൾ നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്ക് യു ടാഗ് പറഞ്ഞു. അടുത്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഡിവ് ആണ്. ഡിവിലിനകത്ത് മെയിനായിട്ട് പറയുന്നത് ഓപ്പണിങ്ങും ഉണ്ട് ക്ലോസിങ്ങും ഉണ്ട്, കാരണം ഇതൊരു കണ്ടെയ്നർ ടാഗാണ്, മറന്നു പോകരുത്. അപ്പോൾ ഡിവ് എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു HTML ഡോക്യുമെൻറ്റ് സെക്ഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ സെക്ഷൻ ആക്കി നമ്മൾ എന്ത് ചെയ്യാണ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഡിവ് എന്ന് പറഞ്ഞ ടാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിലെ കണ്ടന്റ് അല്ലെങ്കിൽ അതിൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത് ഡിവ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് 3 ആട്രിബ്യൂട്ട്സ് ഉള്ളത് അലൈൻ, ID ആൻഡ് സ്റ്റൈൽ. അലൈൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, സെൻറ്റർ ഉണ്ട്, ജസ്റ്റിഫൈ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, സെയിം സംഭവം തന്നെയാണ് പറയുന്നത്. ID എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ടു ടാഗ്, നമ്മൾ ആ ഒരു ടാഗ് ഐഡൻറ്റിഫൈ ചെയ്യാനും. സ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കളർ കൊടുക്കാം, ഫോണ്ടിൻ്റെ റെൻഡറിൻ്റെ കളർ, അതേപോലെ ഫോണ്ട്, അങ്ങനത്തെ കുറേ കളറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്ന ഫോണ്ടാണ്. ഈ ഫോണ്ട് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ നമ്മൾ കൊടുക്കുന്ന ബോർഡിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ടെക്സ്റ്റിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം ഫോണ്ട് കളറ് മാറ്റാം, സൈസ് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ ഫോണ്ട് എന്ന് പറയുന്ന ടാഗ്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു ഒരു കാര്യങ്ങൾ ഞാൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഹായ് HTML എന്ന് കൊടുത്തു. ഈ ഹായ് HTML നമുക്ക് ഇതിന് സൈസ് മാറ്റാനും അതേപോലെ തന്നെ അതിന് കളറ് മാറ്റാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത് ഫോണ്ട് ടാഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫേസ്, സൈസ്, കളർ ഈ 3 ആട്രിബ്യൂട്ട്സ് ആണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ഫോണ്ടിന് വെച്ചാൽ ഫേസ്, ഫോണ്ട് നെയിം, അതേപോലെ തന്നെ ഫോണ്ട് സൈസ് നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ അതിൻ്റെ ഡിഫോൾട്ടായിട്ട് വാല്യൂ എന്താണ് 3 ആണ്. ദെൻ കളർ എന്താണ് നമുക്ക് മാറ്റണമെങ്കിൽ കളർ നമുക്ക് എന്ത് ചെയ്യാം മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇമേജ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇമേജ് എന്ന് പറയുന്നത് എന്താണ് ഒരു empty ടാഗാണ്. അപ്പോൾ നമ്മൾ 3 empty ടാഗാണ് പഠിച്ചത്, BR, HR, ഇമേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ IMG എന്ന് പറയുന്ന ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാം, വെബ് പേജിൻ്റെ അകത്തേക്ക് നമ്മളൊരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ് എന്തെന്ന് പറയുന്നത് IMG എന്ന് പറയുന്ന ടാഗ് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇപ്പോൾ അതിൻ്റെ SRC സോഴ്സ് നെയിം ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ആട്രിബ്യൂട്ടാണ് സോഴ്സ്, SRC, അലൈൻ, വിഡ്ത്ത്, ഹൈറ്റ്, ഓൾട്ട്, അതേപോലെ തന്നെ വി സ്പേസ്, എച്ച് സ്പേസ്. SRC എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫയൽ, ഇപ്പോൾ നമ്മൾ ഏത് ഇമേജാണോ എടുക്കുന്നത് അതിൻ്റെ ഇമേജിൻ്റെ ഒരു പേരുണ്ട്, ഫയൽ നെയിം ഉണ്ട്, അതാണ് SRC എന്ന് പറയുന്നത്. അലൈൻ എന്ന് പറയുമ്പോൾ അത് എവിടെ വെക്കണം, ടോപ്പിൽ വേണം, മിഡിൽ വേണം, ബോട്ടം വേണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ വിഡ്ത്ത് വലുതാക്കണോ അല്ലെങ്കിൽ ചെറുതാക്കണമെന്ന്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇമേജിൻ്റെ ഹൈറ്റ് എത്രത്തോളം വേണം അത്. പിന്നെ ഓൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ആ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിൽ വേണം നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം ആ കാര്യങ്ങൾ. വി സ്പേസും എച്ച് സ്പേസും പറയുന്നത് എന്താണ് നമ്മൾ കൺട്രോൾ ചെയ്യും, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ എന്താണ് സ്പേസ് കൊടുക്കാൻ വേണ്ടി. നമ്മളിപ്പോൾ ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ ഒക്കെ പറയുന്നില്ലേ,
അതേപോലെ സ്പേസ് കൊടുക്കുന്നതാണ് എന്ത് ആ ഒരു വി സ്പേസ് ആൻഡ് എച്ച് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. IMG എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇമേജ് വെബ് പേജിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എന്ത് IMG എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമാൻഡ്സ് സാധാരണ രീതിയിൽ നമ്മൾ C++ പ്രോഗ്രാമിലൊക്കെ നമ്മൾ സ്ലാഷ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക കമാൻഡ്സ് എഴുതാറ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ലാഷ് സ്റ്റാർ ഇട്ടിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ് കമാൻഡ്സ് എഴുതാറ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാം ടാഗിൻ്റെ ഈ ഒരു ആംഗിൾ ഓപ്പണിംഗ് ടാഗ് ഈ ഒരു ആംഗിൾ ടാഗിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹൈഫൺ ഇട്ട് ഇതിനുള്ളിലാണ് നമ്മൾ എന്ത് കൊടുക്കുക കമാൻഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യാറ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കമാൻഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടാഗാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കും ഇതിനുള്ളിൽ എന്താ കൊടുക്കാമെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാൽ കമാൻഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നില്ല നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പം ഡിസ്പ്ലേ ചെയ്ത് വരില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിൽ നമുക്ക് ഇതൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങളെ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന HTML എൻറ്റിറ്റി ഫോർ റിസർവ്ഡ് ക്യാരക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ HTML കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ഈ ഒരു എൻറ്റിറ്റി ഇത് നോക്കിക്കേ, ഈ ഒരു &NBSP എന്ന് പറയുന്നത് നോൺ ബ്രേക്കിംഗ് സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ കോഡ്സ് നമ്മൾ ഡബിൾ കോഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ് ഈ ഒരു എൻറ്റിറ്റി ആണ് ഡബിൾ കൊട്ടേഷൻ മാർക്ക്. അതേപോലെ തന്നെ സിംഗിൾ കൊട്ടേഷൻ മാർക്കിന് യൂസ് ചെയ്യുന്ന എൻറ്റിറ്റി ഇങ്ങനെയാണ്. അങ്ങനെ ഓരോ ടൈപ്പ് ഇതൊക്കെ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ആംപ്രസെൻറ്റ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, കോപ്പി റൈറ്റിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു എൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് HTML ഈ ഓരോ സംഭവങ്ങളും നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ രജിസ്റ്റേർഡ് സിമ്പിൾ ആൻഡ് ട്രേഡ് മാർക്ക് ഇതൊക്കെ നമ്മൾ കാണിക്കാൻ വേണ്ടി ഈ എൻറ്റിറ്റീസൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് ഓർത്ത് വെക്കുക, എക്സാമിന് എന്ത് ചെയ്യാറുണ്ട് 1 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ടാഗുകളും അല്ല കുറച്ച് ടാഗുകൾ വെച്ചിട്ടൊരു പ്രോഗ്രാമാണ് നമ്മളിവിടെ കാണിച്ചുള്ളത്. HTML ഓപ്പൺ ചെയ്തു, ഹെഡ് ടൈറ്റിൽ നമ്മൾ എന്ത് ചെയ്തു ക്യാരക്ടർ കൊടുത്തു, ഇതിന് എന്ത് ഹെഡ് ക്ലോസ് ചെയ്തു, അതിനത് കളർ കൊടുത്തു. കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് റെഡ് എന്നോ അങ്ങനെ കൊടുക്കാം. അതേപോലെ കമാൻഡ്സ് കൊടുത്തു, ഹെഡിങ് ടാഗ് കൊടുത്തു, ഫോൺ കളർ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു എൻറ്റിറ്റീസ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, കോഡ്സ് ഡബിൾ കോഡ്സ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ലെസ് ദാൻ എന്നുള്ള കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കുറേ സിമ്പിൾസ് നമ്മൾ എന്ത് ചെയ്തു യൂസ് ചെയ്തു, ഫോണ്ട് ക്ലോസ് ചെയ്തു, then HTML ക്ലോസ് ചെയ്തു. then അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പോർഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിനോട് അനുബന്ധിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള കുറേ ടാഗ് യൂസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയൊരു പ്രോഗ്രാം വീണ്ടും റൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് HTML ടാഗും അതേപോലെ തന്നെ H1 അതേപോലെ ഫോൺ കളർ നമുക്ക് വേണമെങ്കിൽ ഇനിയും നമുക്ക് ഇതിനകത്ത് ടാഗുകൾ യൂസ് ചെയ്യാം. നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ടൊക്കെ വലിയ പ്രോഗ്രാം ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ എല്ലാ ടാഗും ചെറുതായിട്ട് യൂസ് ചെയ്തുകൊണ്ട് കാണിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ജസ്റ്റ് HTML നമ്മൾ എന്ത് ചെയ്ത് കൊടുത്ത് ഹെഡിൽ ടൈറ്റിൽ ക്യാരക്ടർ എൻറ്റിറ്റീസ് എന്ന് കൊടുത്തു, ബോഡി BG കളർ ഇത് ഓരോ കളറിൻ്റെയും സിമ്പിളാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ് ഈ 4ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോ കളറിനും കറസ്പോണ്ടിങ്ങിൽ ഓരോ ഹാഷ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ കോഡ് പറയുന്നത്. അത് വേണമെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് യെല്ലോ വേണമെങ്കിൽ യെല്ലോ ടൈപ്പ് ചെയ്യാം, റെഡ് വേണമെങ്കിൽ റെഡ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ഇത് കമാൻഡ് ലൈൻ. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ CPPയിലൊക്കെ നമ്മൾ കമാൻഡ്സ് എഴുതുന്ന സമയത്ത് 2 സ്ലാഷ് ഇട്ടിട്ടാണ് നമ്മൾ കമാൻഡ്സ് എഴുതുന്നത്. അതേപോലെ തന്നെ നമ്മൾ HTML കോഡിൻ്റെ അകത്ത് നമ്മൾ കമാൻഡ് എഴുതുമ്പോൾ ഈ ഒരു ഫോമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കമാൻഡ്സ് എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോമാറ്റിൽ കമാൻഡ് ഇത് ഒരു കമാൻഡ് ഫോർമാറ്റാണ്. ഈ ഒരു ലൈൻ എന്ത് ചെയ്യുന്നില്ല എക്സിക്യൂട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് കമാൻഡ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ H1 കൊടുത്തു, നേരത്തെ പ്രോഗ്രാമിൽ കാണിച്ചിരുന്നു. H1 എന്ന് പറയുന്നത് എന്താ ഏറ്റവും ഹയസ്റ്റ് ഫോൺ സൈസ് വലുതാക്കി കാണിക്കുന്ന ഹെഡിങ് ആണ്. ദെൻ ഫോൺ കളർ ബ്ലൂ കൊടുത്തു, സൈസ് 4 കൊടുത്തു. ഇതിന് എന്താണ് നമുക്ക് വേണ്ടത് ഈ കാര്യങ്ങളാണ്. ബോഡിൻ്റെ ഉള്ളിൽ 4 ഡബിൾ കൊട്ടേഷൻ മാർക്ക് കോട്ട് എന്ത് ചെയ്ത് കൊടുത്തു. ദെൻ BR എന്ന് പറയുമ്പോൾ ബ്രേക്കാണ്. ബ്രേക്ക് കൊടുക്കുന്നത് എന്തിനാ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത് ബ്രേക്ക് കൊടുക്കുന്നത്. ബ്രേക്ക് എന്ന് പറയുന്നത് എന്താണ് ഒരു empty ടാഗ് ആണ്, മറന്നു പോകരുത്. ബ്രേക്കിന് അതുകൊണ്ടാണ് എന്തില്ലാത്തത് ക്ലോസിങ് ഇല്ലാത്തത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു ഫോണ്ട് ക്ലോസ് ചെയ്തു, ദെൻ ബോഡി ക്ലോസ് ചെയ്തു, HTML എന്ത് ചെയ്തു ക്ലോസ് ചെയ്തു. ദെൻ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഇവിടെ സേവ് ചെയ്തു. ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് സേവ് ചെയ്തിട്ടുള്ളത്. സേവ് ആസ് എടുത്തിട്ട് ദെൻ .html വെച്ച് ലാസ്റ്റ് എന്നാണ് ഞാൻ പേര് കൊടുത്തത്. ലാസ്റ്റ് .html എന്ന് ഞാൻ എന്ത് ചെയ്തു പേര് കൊടുത്തു. ദെൻ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ സ്ക്രീനിൽ എന്ത് ചെയ്യും ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രൗസറിൻ്റെ ഐക്കൺ കാണിക്കും. നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് കാണിക്കും ഇതേപോലെയാണ് കാണിക്കുക. അപ്പം ക്യാരക്ടർ എൻറ്റിറ്റി എന്നാണ് ടൈറ്റിൽ കൊടുത്തത്. അതാണ് ഇവിടെ പേര് കണ്ട് ക്യാരക്ടർ എൻറ്റിറ്റി എന്നാണ് ടൈറ്റിലിൻ്റെ പേര്. ദെൻ H1 ഫോളോയിങ് ആ സം ക്യാരക്ടർ. ഇതിന് എന്താണ് ഓരോന്നും ലൈൻ ബൈ ലൈനായി വന്നത്, അതിനാണ് നമ്മൾ ബ്രേക്ക് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതിൻ്റെ കളർ മാറ്റണം എന്ന് വിചാരിക്കാം. ഇതിൻ്റെ കളർ ഇതിന് പകരം ഇതിന് എഴുതണം എന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഗ്രീൻ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഗ്രീൻ ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഗ്രീനിന് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ മറക്കരുത്. സേവ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല എക്സിക്യൂട്ട് ആവില്ല. ഇതിന് എന്ത് ചെയ്തു ഇതിനൊന്നും കൂടെ നമുക്ക് എന്ത് ചെയ്താൽ മതി ദെൻ ഒന്നും കൂടെ എന്താണ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാറും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ ആയിട്ട് മാറും.
ഇതാണ് ബേസിക്സ് ആയിട്ടുള്ള നമ്മൾ എന്താണ് HTML പ്രോഗ്രാമും കുറച്ച് കോഡുകളൊക്കെ വെച്ചുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ എല്ലാവർക്കും?